ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അതുപോലെ തന്നെ അവർ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ്, അവർ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും ഒരു നല്ല ഗൈഡൻസും നിങ്ങൾക്ക് ലൈഫിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക. അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക. നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ചുള്ള നല്ല നല്ല മൊമെന്റ്സ്, അതിപ്പോ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെയാണ്, ഇപ്പൊ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്തുകൊണ്ടിട്ട് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി പൊളിറ്റിക്സ് ആണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു മുഖം മൂടിയും മറ്റവരുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മറ്റൊരു മുഖം മൂടിയും അണിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി ആയിക്കൊള്ളട്ടെ, നിങ്ങളല്ലാതെ അവർക്ക് ചുറ്റും നിൽക്കുന്ന ആ ഒരു അവരിപ്പോ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഓഫീസ് എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു സന്തോഷകരമായ ജീവിതമാണ് അവർ നയിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പിയാണ്, സക്സസ് ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു മുഖംമൂടിയാണ് അവർ തീർത്തും അണിഞ്ഞു നിൽക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അത്ര ഞാൻ അങ്ങനെയാണ് എന്ന് കാണിച്ച് അത് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിലായിട്ടാണ് അവരെ കാണുന്നത്. എന്നാൽ അവരുടെ ലൈഫിലേക്ക് തിരിച്ചെത്തുന്ന ആ ഒരു സമയത്ത്, അവരുടേതായ ഒരു സ്പേസിലേക്ക് അവർ തിരിച്ചെത്തുന്ന ആ ഒരു സമയത്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് മൈൻഡ് ആണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ് ആണ് അവർ. സോറോ ആണ്, തികച്ചും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. സത്യത്തിൽ ജീവിതത്തിൽ കൂട്ടിന് ആരും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെ ആയിരുന്നിരിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓൺ ആൻഡ് ഓഫിനേക്കാൾ കൂടുതൽ എനിക്കിവിടെ വന്നിരിക്കുന്നത് നോ കോണ്ടാക്ട് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് തന്നെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. പക്ഷേ ബ്രേക്കപ്പിൽ നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ആ ഒരു പാസ്റ്റിൽ നിന്നും ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ അവർ അവരുടെ ആ ഒരു റിയാലിറ്റിയിലേക്ക് കടന്നു വന്നിട്ടില്ല. ഒരുപക്ഷെ ഇവരായിട്ട് തന്നെ ആയിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ച് ഇവരുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ മാറ്റിയിട്ട് ഒഴിഞ്ഞു മാറി പോയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന സ്വരച്ചേർച്ചകൾ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഈഗോ ക്ലാഷ് ഉണ്ടായിരിക്കാം. ഫൈറ്റിംഗ് ഉണ്ടായിരിക്കാം. ആർഗ്യുമെന്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇവർ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് ചാടിക്കേറി ഭയങ്കരമായിട്ട് കടിച്ചു കീറാൻ വരുന്ന രീതിയിലൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയും തിരിച്ചു ചിലപ്പോൾ നിങ്ങളും അതുപോലെയൊക്കെ തന്നെ ആ ഒരു സിറ്റുവേഷന്റെ അനുസരിച്ചിട്ട് നിങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരിക്കലും വിട്ടുപോകും ഈ ഒരു വ്യക്തി എന്നൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരിക്കണം എന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെയായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോയിട്ടുള്ളത്. പക്ഷെ ഇവരും ഇവിടെ നമുക്കൊരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കും ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇത്രത്തോളം ഒരു ഗ്യാപ്പ് വരും, നിങ്ങൾ ഇങ്ങനെ അകന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു പോലും ഇവരും ചിന്തിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ക്ലീങ് ടു ദ പാസ്റ്റ് ആണ്. ഇവർ ഇപ്പോഴും ആ ഒരു പാസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും അതിൽ വേദനയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. വാക്കുകളിൽ ചിലപ്പോൾ ഇവർ നിങ്ങളുടെ നേരെ അത് കാണിച്ചിട്ടുണ്ടാവുകയില്ല. നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളോട് തർക്കവും വഴക്ക് പ്രശ്നങ്ങളൊക്കെ വന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി പോകുന്ന സമയത്ത് ഇവർ തീർത്തും മറ്റൊരു രീതിയിൽ ഭയങ്കര ഞാൻ okay ആണ്, നീ ഇല്ലെങ്കിൽ ഞാൻ okay ആണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ നിന്നെ എനിക്ക് ഒട്ടും ഇനി പറ്റില്ല,
അങ്ങനെയൊക്കെ പോയവരായിരിക്കാം. മറ്റു ചില വ്യക്തികൾ ചിലപ്പോൾ സൈലന്റ് ആയിട്ട് ഇറങ്ങി പോയവരുണ്ടായിരിക്കാം. പ്രശ്നങ്ങൾ വന്നതിന്റെ ഭാഗമായിട്ട് സൈലന്റ് ആയിട്ട് ഞാൻ ഹാപ്പി ആണെന്നുള്ള രീതിക്ക് അങ്ങ് മാറിപ്പോയവരുണ്ടായിരിക്കാം. എന്നാൽ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഹാപ്പി അല്ല എന്ന് തന്നെ നമുക്ക് കാണിക്കുന്നത്. ഇവർ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ്, മനസ്സുകൊണ്ടൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്, ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹെർമിറ്റ് എനർജിയിലൂടെ പൂർണ്ണമായിട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി. പാസ്റ്റിൽ നിന്ന് ഇപ്പോഴും വിട്ടുപോകാതെ ആ ഒരു ചിന്തകൾ അവരെ ഇങ്ങനെ നിരന്തരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ ഒരു ഓർമ്മകൾ തന്നെ. അവർക്ക് അത്രത്തോളം നിങ്ങളോട് ഒരു സ്നേഹമുള്ള വ്യക്തികളായിട്ട് തന്നെ എനിക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അത് പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കുന്ന ഒരു രീതി ആയിരുന്നിരിക്കില്ല. ഇവർക്ക് ഇവരുടേതായ ഒരു സ്റ്റാൻഡ് വിട്ട് ഇവർ താഴത്തേക്ക് വരുന്ന ഒരു രീതിയല്ല. നിങ്ങളാണെങ്കിൽ ഒരുപക്ഷെ ഇവർ രണ്ടുപേരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളായിരിക്കാം കുറച്ച് കൂടുതൽ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുന്നവർ. ഇവർ റൊമാൻറ്റിക് അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഒരുപാട് എക്സ്പ്രസീവ് അല്ല. വളരെ എന്താ പറയാ, ആണ്ടിനും സംക്രാന്തിക്കും എന്നൊക്കെ പറയുന്നത് പോലെ വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമായിരിക്കും ഒരു ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് ആവുന്നത്. ചിലവരെ സംബന്ധിച്ച് എക്സ്പ്രസീവ് ആയിരിക്കാം, പക്ഷെ അത് സമ്മതിച്ചു തരാനുള്ള ഒരു മടി ഇവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അത്രയും നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു വ്യക്തികളുടെ എനർജി തന്നെയാണ് നമുക്ക് കാണുന്നത്. പക്ഷെ സാഹചര്യത്തിന്റെ പല സമ്മർദ്ദം കൊണ്ടിട്ട് ഇവർക്ക് പല കാര്യങ്ങളിലേക്ക് ഇവരുടെ ശ്രദ്ധ പോയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായി കാണാം. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തി സാന്നിധ്യം, ഒരുപാട് വ്യക്തികളുടെ സാന്നിധ്യം, ഫാമിലി, എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ ഈ ഒരു ടൈമില് ഇവരിങ്ങനെ മാറി നിങ്ങളിൽ നിന്ന് പോയി അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ട് നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവര് അതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് ഇവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇവർക്കൊരു തിരിച്ചുവരവ് ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ലെറ്റിംഗ് ഗോ ഇവിടെ വന്നിട്ടുണ്ട്. പല സാഹചര്യങ്ങളെയും വിട്ടിട്ടാണ് ഇവർ പോന്നിരിക്കുന്നത് എങ്കിലും ഇപ്പൊ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും അത് വിട്ടിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഇവർ ഒരു സ്ഥലത്ത് നിലയുറപ്പിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല. ഇവരുടെ മനസ്സ് ഇവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാവരുടെയും മുമ്പിൽ ഭയങ്കരമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അവർ കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും ഉള്ളുകൊണ്ട് ഭയങ്കര നീറുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇവർ മനസ്സ് വല്ലാണ്ട് പിടയ്ക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എല്ലാ രീതിയിലും പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു തീർത്തും ഒരു ഡൗൺ സ്റ്റേജിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിലും അവരുടെ മനസ്സ് നിങ്ങളെ ഓർത്തിട്ട് വല്ലാതെ പിടയുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർക്ക് പറ്റിപ്പോയല്ലോ എന്നൊരു ചിന്തയാണ് ഇപ്പൊ അവരുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻസിനെല്ലാം തന്നെ ഒരു ചേഞ്ച് വേണമെന്ന് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ സ്നേഹം എല്ലാ രീതിക്കും വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ സ്ട്രെങ്ത് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, കുറച്ചുകൂടി കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസീവ് ആവാമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്നേഹത്തിന്റെ കാര്യത്തിലൊക്കെ കുറച്ചൊന്ന് അയവ് വരുത്തി അവരുടെ ക്യാരക്ടറിലൊക്കെ ഒരു ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങൾക്ക് അർഹമായ രീതിയിൽ തന്നെ ആ ഒരു സ്നേഹത്തെ പ്രകടിതമായിട്ട് തന്നെ നിങ്ങളിലേക്ക് നൽകാമായിരുന്നു എന്നൊരു ചിന്ത ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ അവർ അങ്ങനത്തെ ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് പോവാതിരുന്നത് കൊണ്ട് തന്നെ അവർ ഇപ്പൊ ഈ ഒരു സമയത്ത് അതിനകത്ത് ഒരുപാട് ഗിൽറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സുകൊണ്ട് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യമേ തന്നെ forgiveness എന്നൊരു വാക്കാണ് അവരുടെ മൈൻഡിലേക്ക് തന്നെ വന്നിരിക്കുന്നത്. കാരണം അവരുടെ ആ ഒരു തെറ്റുകളെല്ലാം തന്നെ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എന്നവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. Two of Wands നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അവർ ഭയങ്കരമായ ഒരു ചിന്തയിലാണ്. ഒരു ജഗ്ലിംഗ് എനർജിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഏത് സമയവും അവരുടേതായ ഒരു ലോകത്തിലേക്ക് അവർ വന്നു കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞു മറ്റുള്ളവരുടെ മുമ്പിൽ പൊളിറ്റിക്സ് ആണ്, ഒരു മുഖംമൂടി ഇട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് അവരുടേതായ ഒരു ലോകത്തിലേക്ക് അവർ തിരിച്ചെത്തുന്ന സമയത്ത് അവരുടെ ഓർമ്മകളിൽ മുഴുവനും നിങ്ങളാണ്. എങ്ങനെയാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ, അതോ സമയം വൈകിപ്പോയോ, നിങ്ങൾ ഇപ്പോഴും അവരെ കാത്തിരിക്കുന്നുണ്ടായിരിക്കുമോ, ഈ ഒരു ചിന്തകളൊക്കെ ഇവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ വേട്ടയാടുന്നുണ്ട്. എന്നാൽ ഒരു ലിമിറ്റ് വിട്ടിട്ട് ചാരിയറ്റ് ആണ് അവരുടെ ഇമോഷൻസ്. അവർ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കാനായിട്ട് താല്പര്യം കാണിച്ചിട്ടില്ല. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണിത്. അവര് അവരുടേതായ ഒരു നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നിങ്ങൾക്ക് അർഹമായ സ്നേഹം നിങ്ങൾക്ക് തരണം എന്ന് ചിന്തിക്കുമ്പോഴും അത് പ്രകടിപ്പിക്കണോ വേണ്ടയോ എന്നൊരു ആലോചനയിലാണ് അവർ ഇരിക്കുന്നത്. ഇമോഷൻസ് എല്ലാം ഇപ്പോഴും കൺട്രോൾ ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ അടുത്ത് ഇവരുടെ ഇമോഷൻസ് ഇവർ കാണിക്കുന്നില്ല എന്ന് നമുക്ക് തുറന്നു പറയേണ്ടതായിട്ട് വരും. മറ്റുള്ളവരുടെ അടുത്ത് കാണിച്ചു നടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെങ്കിലും ഈ ഒരു വ്യക്തി എല്ലാം ഇങ്ങനെ ഉള്ളിൽ വെച്ച് നടക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഇവർക്ക് നല്ലൊരു മനസ്സുള്ളതായിട്ടൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. അവർക്ക് മനസ്സുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ സാഹചര്യം കൊണ്ട് ഇവർക്ക് ആ ഒരു കാര്യങ്ങൾ നിങ്ങളിൽ നിന്നൊക്കെ മാറി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പല സമയത്ത് ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കേണ്ടതായ സിറ്റുവേഷൻസ് ഇവർ ചെയ്തിട്ട് തന്നെയുണ്ട്. ആ ഒരു കാര്യങ്ങളിലെല്ലാം ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർ നിങ്ങളോട് മനസ്സുകൊണ്ട് ഒരുപാട് മാപ്പ് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ജീവിതത്തില് ഒരുപാട് ലെസൺസ്, കാർമിക് ആയിട്ടുള്ള ഒരുപാട് ലെസൺസ് ഇവർ പഠിച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം ഇവർക്ക് ഒരുപാട് മെച്യൂരിറ്റി കൈവന്ന് നിൽക്കുന്ന ഒരു സമയമാണിത്. അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഹെർമിറ്റ് എനർജിയാണ്. ഒരു സോൾ സെർച്ചിങ്ങിലാണ് അവര്. അവരുടെ ആ ഒരു മനസ്സിനെ അവര് തന്നെ എന്താ പറയാ തിങ്കിങ് വീണ്ടും 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 കൂടുതലായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തൊക്കെ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തിങ്കിങ് എന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് റിയാലിറ്റീസ് റിയലൈസ് ചെയ്യുകയാണ്. സത്യമായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്ന ഒരവസ്ഥ. അവരെ തന്നെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും 6 ഓഫ് കപ്സ് ആണ്. അവർക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വന്തം കയ്യിൽ നിന്ന് പറ്റിയ തെറ്റുകളുടെ ഭാഗമായിട്ടാണല്ലോ ഈ ഒരു ബന്ധത്തിൽ ഇത്രത്തോളം രീതിയിൽ ഇതിങ്ങനെ ആയി പോയത് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിനെ വല്ലാതെ നോവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ രീതിക്കും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കറക്റ്റ് ഒരു ഡിവൈൻ ടൈമിംഗ് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈം ആ ഒരു നല്ല സമയം ഇവരുടെ മുമ്പിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്നുള്ളത് ഇവരിപ്പോ മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയിലാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ളതായിട്ട് ഇവർക്ക് കാണുന്നുണ്ട്. ഒരു സ്പിരിച്വൽ അവേക്കനിങ് നടന്നിരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു ടൈമിൽ അവരുടെ ഒരു ഹാർട്ട് ചക്രാസ് എല്ലാം തന്നെ ഒരുപാട് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു ചേഞ്ച് ആണ് ഇവർ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ. എല്ലാ രീതിക്കും ഒരു ചേഞ്ച് ജീവിതത്തിൽ കൊണ്ടുവരണം. ഒരു ട്രാൻസ്ഫോർമേഷൻ തനിക്ക് ആവശ്യമാണ്. കാരണം ഇവർ എത്രയൊക്കെ ഇപ്പൊ ശ്രമിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് ഒരു ലിമിറ്റ് വിട്ടിട്ട് എല്ലാവരോടും ഒരുപാട് അടുക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ അവരുടേതായ ഒരു കുറവ് ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ സ്ട്രെങ്ത്തും ചാരിയറ്റും ഓപ്പോസിറ്റ് ആയിട്ട് വന്നത്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴേക്കും അർഹമായ ഒരു സ്നേഹം പ്രകടിതമായിട്ട് കൊടുക്കുക എന്നുള്ള എനർജിയും, ചാരിറ്റി എന്ന് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് പിടിക്കലും. അപ്പൊ അവരുടെ ഈ ഒരു രീതിക്ക് അവർ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അല്ലെങ്കിൽ അതാണ് അവരുടെ ഒരു പ്രോബ്ലം. ഓൾറെഡി നമുക്ക് ആദ്യമേ പൊളിറ്റിക്സും വന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ മുഖം മൂടിയിട്ട് നിൽക്കുക എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു രണ്ട് രീതിയിലുള്ള ക്യാരക്ടറാണ്. അത് ഒരു പക്ഷേ ഇവരുടെ ഒരു ബാഡ് ക്യാരക്ടർ എന്ന് അതിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇവർ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സാരം. അതായത് ഇവർക്ക് ഇവരുടെ ഇമോഷൻസ് ഇവർ ഒട്ടും റൊമാൻറ്റിക് അല്ല എന്ന് പറയാനായിട്ട് പറ്റില്ല നമുക്ക്. 6 ഓഫ് കപ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവർ ഭയങ്കരമായിട്ട് ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഒരു ലിമിറ്റ് വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല. അതിന്റേതായ ഒരു പോരായ്മ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഒരു ഹീലിംഗ് തനിക്ക് സ്വയം ആവശ്യമാണ് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്വയം ഒരു ഹീലിംഗിന്റെ ആവശ്യമുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ സംഭവിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നിങ്ങളെ മനസ്സിലാക്കണം, നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണം, നിങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് നീങ്ങണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു റിന്യൂവൽ, അതായത് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഇപ്പൊ ഇവരുടെ മനസ്സ് ഒരുപാട് തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുന്നു. കിങ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. എല്ലാ രീതിക്കും നിങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തീർത്തും ഒരു വിജയം തന്നെ ആയിരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. 6 ഓഫ് കപ്സിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവരുടെ ഒരു ജെന്യുവിൻ ലവ് തന്നെയാണ്. ഇവരുടെ മനസ്സ് നിറഞ്ഞുള്ള പരിശുദ്ധമായ ഒരു സ്നേഹം തന്നെ നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത്രത്തോളം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവരുടെ ഇമോഷൻസ് എല്ലാം തന്നെ എല്ലാ രീതിക്കും നിങ്ങളോട് പ്രകടിപ്പിക്കാനായിട്ട് തന്നെയാണ് അവർ ഈ ഒരു മാറ്റത്തിലൂടെ കടന്നു പോകുന്നത്. ഒരു ലിമിറ്റേഷൻസ് വെച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളിലും ഒരു ലിമിറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നവരായിരിക്കാം. അപ്പൊ നിങ്ങളോടുള്ള സ്നേഹത്തിൽ മാത്രമല്ല മറ്റെന്ത് കാര്യങ്ങളായാലും ഒരുപാട് അഡിക്ഷനിലേക്ക് പോകാതെ ഭയങ്കര കൺട്രോൾ ചെയ്ത് പോകുന്നവരായിരിക്കാം. പക്ഷെ ജീവിതത്തിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവർ കുറെ വേദനകളിലൂടെ കടന്നു പോയപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ജീവിതത്തിൽ ഇങ്ങനെയല്ല വേണ്ടത്. കാഴ്ചപ്പാടുകളെല്ലാം തന്നെ ഒരു വ്യത്യസ്തത കൈവരിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ മാത്രമാണ് ആ ഒരു ഫുൾഫിൽമെന്റ്, അതായത് ആ ഒരു ആഗ്രഹിക്കുന്ന ആ ഒരു വിഷ് ജീവിതത്തിൽ നേടാനും അതിലൂടെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഔട്ട്കം അവർക്ക് നേടാനും സക്സസ് നേടാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു സോൾ കണക്ഷൻ ഭയങ്കര ബോണ്ടിങ് ഉള്ള ഒരു വ്യക്തികളായിരിക്കാം. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായിട്ടും ബ്രേക്ക് ആയിട്ട് പോയിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ പോവാത്തത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ഒരു വ്യക്തി പോവാത്തതും. കാരണം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ഒരു വ്യക്തി പോകാത്തത് കൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റീഡിംഗ് മുന്നിലേക്ക് ഇരിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നതും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ നോവിക്കുന്നുണ്ട്. ബ്രേക്കപ്പ് ആയി പോയി എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇപ്പോഴും അവരുടെ ഒരു തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പേജ് ഓഫ് കപ്സ് ആണ്. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ സ്നേഹം എങ്ങനെയെങ്കിലും ഒന്ന് നേടണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഏത് രീതിയിൽ നിങ്ങളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കാർമിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടിയിരുന്ന കുറച്ച് എന്താ പറയാ ടൈം ആയിരുന്നു ഇതെല്ലാം കഴിഞ്ഞു പോയത്.
അപ്പൊ ആ ഒരു ടൈം എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പൊ പൂർണ്ണമായിട്ടും ആ ഒരു നെഗറ്റിവിറ്റികളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് വിട്ടു പോയിരിക്കുന്ന ഒരു സമയമാണിത്. നിങ്ങളും ഈ ഒരു ടൈമിൽ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു വ്യക്തിയും അതുപോലെ തന്നെ സ്പിരിച്വലി ഒരുപാട് കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു ടൈമിൽ. ഇവർക്കിപ്പോ ഒരുപാട് ഭയമൊക്കെ ഇവരിങ്ങനെ എന്താ പറയാ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മൈൻഡ് ഒക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഈ വ്യക്തിയുടെ ഇരിക്കുന്നത്. ഒരുപാട് ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, നെഗറ്റീവ് ആയിട്ട് മാത്രം എല്ലാത്തിനെയും ചിന്തിച്ചു കൂട്ടുക. ഈ ഒരു കാര്യങ്ങളിലൂടെയാണ് ഇവർ പോകുന്നത്. ഒരുപക്ഷെ ഇവർ ഭയങ്കര ഇവരുടെ ഒരു കരിയറിലൊക്കെ ഭയങ്കര അഡിക്റ്റ് ആയിരിക്കും. ആ ഒരു കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ഒരു അഡിക്ഷൻ കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാ രീതിക്കും ഒരു വിജയം വേണം. അപ്പൊ ഈ ഒരു കരിയർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വാല്യുബിൾ ആയിട്ട് കാണുന്ന ഒരു വ്യക്തികൾ തന്നെയാണ്. അതായത് നമ്മൾ പറയുമല്ലോ പിടിപ്പുള്ളവരാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. അല്ലെങ്കിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ഇവർക്ക് അറിയാം. പക്ഷെ അതിനിടയിൽ ഇവർക്ക് പല തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഫിയർ അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു ഭയം അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. കാരണം അവർ തെറ്റ് ചെയ്തു എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളത് കൊണ്ട് തന്നെ. ഇപ്പൊ ഈ ഒരു ടൈമിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ ഇരുന്ന് പ്ലാൻ ചെയ്യുകയാണ്. എങ്ങനെ ആവണം ഈ ഒരു ബന്ധത്തിന് മുന്നോട്ടേക്കുള്ള പോക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി തിരിച്ചു വരണോ, അങ്ങനെ തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണം വരാനായിട്ട്, ഇതെല്ലാം അവരിപ്പോ ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ അവർ ഡ്രീം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു ടെലിപ്പതി കണക്ഷൻ നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇവരുമായിട്ടൊരു സോൾ കണക്ഷൻ ഭയങ്കരമായിട്ടുള്ളത് കൊണ്ടിട്ട് ആ ഒരു ഫീലിങ്സ് പലപ്പോഴും കിട്ടുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഈ ഒരു ടൈമിൽ ഒരുപാട് സ്പൈ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ അവരുണ്ടോ എന്നുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട്. നിങ്ങൾക്കൊരു ഗാർഡിയൻ ആയിട്ട് വരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ ഒരു ലോകം എന്ന് പറയുന്നത് നിങ്ങളും ഒരുപാട് ഒരു പാസ്റ്റിലൂടെയൊക്കെ കടന്നു വന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ഒരുപാട് സന്തോഷം എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവരുടെ അടുത്തേക്ക് ഒരു ലസ്റ്റ് എന്നതിനേക്കാൾ കൂടുതൽ ഭയങ്കര ഒരു കംഫർട്ട് സോൺ ആയിരുന്നിരിക്കാം ഈ ഒരു പേഴ്സൺ. നിങ്ങളുടെ സ്നേഹമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു ഇടം. അങ്ങനെയുള്ള നിങ്ങളുടെ ബന്ധത്തിലാണ് ഇത്രത്തോളം ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ മാറി നിൽക്കേണ്ട ഒരു സമയം വന്നിരിക്കുന്നത്. ആ ഒരു ചിന്തകൾ ഈ ഒരു വ്യക്തിനെ ഇപ്പൊ വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഓരോരോ വാക്കുകളും, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതായിട്ട് തന്നെ കാണുന്നത്. കാരണം ഓൾറെഡി നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവരെ നിങ്ങളെ ഇട്ടിട്ട് പോയ ആ ഒരു ടൈമിൽ നിങ്ങൾ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടേക്ക്, നിങ്ങൾ ഇതിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ടായിരിക്കുമോ അല്ലെങ്കിൽ റിക്കവർ ആകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുക, അവരുടെ മനസ്സ് ഇത് ഓർത്തിട്ട് വല്ലാതെ പിടയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരൊരു തെറ്റ് ചെയ്തല്ലോ എന്നൊരു ചിന്ത, നിങ്ങൾ ഒറ്റക്കാക്കിയല്ലോ എന്നൊരു ചിന്തയൊക്കെ ഈ ഒരു പേഴ്സന്റെ മനസ്സിനെ വല്ലാതെ നോവിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരണം എന്നാണ് ഇപ്പൊ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അതിന് എന്ത് രീതിയിലുള്ള റിസ്ക് എടുക്കാനാണെങ്കിലും ഇവരിപ്പോ തയ്യാറെടുത്താണ് നിൽക്കുന്നത്. ക്യൂൻ ഓഫ് വാണ്ട്സ് ആണ്. റിസ്ക് എടുക്കുക എന്നുള്ളത് മാത്രമല്ല, പേജ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് വാണ്ട്സും ആണ്. റിസ്ക് എടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് അതിനകത്തൊരു വിജയം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ ഒരിക്കലും ഇവർക്ക് താങ്ങാനായിട്ടുള്ള, അല്ലെങ്കിൽ അത് അവർ അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞ പാസ്റ്റിനെ, ആ ഒരു ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുകളയാൻ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാ രീതിക്കും ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് കടന്നു വരണം. ആ ഒരു സിൻസിയർ ആയിട്ടുള്ള ലവ് നിങ്ങളിലേക്ക് തരണം. ആ ഒരു ഫീലിങ്സ് എല്ലാം തന്നെ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും തരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരിപ്പോ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാ രീതിക്കും ടേക്ക് കെയർ ചെയ്യണം. ആ ഒരു ഡിസിഷൻ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവരിപ്പോ എടുത്തിരിക്കുന്ന സമയമാണ്. മൈൻഡ് എല്ലാം തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് തയ്യാറെടുപ്പിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഫുൾഫിൽമെന്റ്, ഒരു സക്സസ് കൊണ്ടുവരണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരുപാട് അട്രാക്റ്റ് ആവുന്നുണ്ട്. ഒരുപക്ഷെ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇപ്പോഴും നിങ്ങൾ ഈ ഒരു ഈ ഒരു പേഴ്സണുമായിട്ടുള്ള സ്നേഹത്തിൽ സ്റ്റക്ക് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഇവരെ കുറിച്ച് മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്തിട്ട് ഒരു പക്ഷെ നിങ്ങൾ മോശമായിട്ട് ഇപ്പോഴും പറയുന്നുണ്ടാവുകയില്ല. ഇപ്പോഴും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ നല്ല രീതിക്ക് തന്നെയായിരിക്കാം പറയുന്നുണ്ടാവുന്നത്. നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം നിങ്ങൾ ഒരു നല്ല രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും കൊണ്ടുതന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയാലും മറ്റ് മൂന്നാമതൊരാളുടെ അടുത്ത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് മോശപ്പെടുത്തി ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടാവില്ല.
നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത്. അപ്പൊ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ ഇതെല്ലാം അറിയുമ്പോൾ അവർക്ക് വീണ്ടും അവരുടെ മനസ്സ് നോവുകയാണ്. നിങ്ങളെയാണല്ലോ വിട്ട് കളഞ്ഞത് എന്നുള്ളത്. ആ ഒരു നോവ് എന്ന് പറയുന്നത് ഇപ്പൊ അവരെ വല്ലാത്തൊരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക്, ത്രീ ഓഫ് സോഴ്സ് ആണ്, നെഞ്ചു നീറി കരയുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചിരിക്കുകയാണ്. കാരണം ഇത്രത്തോളം പ്രശ്നങ്ങളും ഇവരുടെ വായിൽ നിന്ന് പല രീതിയിലുള്ള മൂർച്ചയേറിയ വാക്കുകളും ഒക്കെ നിങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾ ഈ ഒരു സമയത്ത് മറ്റൊരാളുടെ അടുത്തോ അല്ലെങ്കിൽ മൂന്നാമത് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ നിങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങൾ കൂടുതലായിട്ട് മൂന്നാമതൊരാളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലല്ലോ എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു ഗിൽറ്റ് ഫീൽ തന്നെയാണ് വരുന്നത്. അതോടൊപ്പം നിങ്ങളോട് ഭയങ്കര ഒരു അട്രാക്ഷനും ഒരു റെസ്പെക്റ്റും ഒക്കെ അവർക്ക് തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു റെസ്പെക്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ഈ ഒരു ബന്ധത്തിൽ എന്ത് രീതിയിലുള്ള സാക്രിഫൈസ് ചെയ്യാനും, സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ഒരു ബന്ധത്തിനെ നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പോസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് ത്യാഗങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഇവർ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. നീതിയാ വന്നിരിക്കുന്നത്, ജസ്റ്റിസ് ആണ്. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്കൊരു നീതി തരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ആ ഒരു നീതി എന്ന് പറയുന്നത് നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെയും ലെറ്റ് ഗോ ചെയ്തിട്ട്, നമുക്ക് ഓൾറെഡി ഇവിടെ വന്നു ലെറ്റിംഗ് ഗോ, അവരുടെ ലൈഫിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇപ്പൊ തേർഡ് സിറ്റുവേഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം പൂർണ്ണമായിട്ടും വിട്ടിട്ട് തന്നെ, ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ബന്ധമാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലി, ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് പോലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോലും എന്താണ് നീയും ഹസ്ബൻഡും അല്ലെങ്കിൽ നീയും വൈഫും ആയിട്ട് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടാവില്ല അവർക്ക് മറ്റൊരു ബന്ധം ഉണ്ടെന്നോ അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഇങ്ങനെ, ഇതൊന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുകയില്ല. നിങ്ങൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന വ്യക്തികളും ഉണ്ടായിരിക്കാം. അതായത് ഇവരെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വേദന ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വീണ്ടും അടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സ് തന്നെയാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് നിങ്ങൾക്ക് എല്ലാ രീതിക്കും തരണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു നീതി തരണം എന്ന് ചിന്തിക്കുന്നത്. നീതിപൂർവമായിട്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ നിൽക്കണം ഇനി മുന്നോട്ടേക്ക്. ടു ഓഫ് കപ്സ് ആണ്. പരസ്പര വിശ്വാസത്തോടു കൂടിയും പരസ്പര സ്നേഹത്തോടു കൂടിയും ഒരു ഷെയറിംഗ് മെന്റാലിറ്റിയോട് കൂടിയും ഈ ഒരു ബന്ധത്തിനെ ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഒരു വിജയത്തിലേക്ക് ഇതിനെ എത്തിക്കണം. നിങ്ങൾക്ക് അർഹമായ ഒരു നീതി തന്നിട്ട് അർഹമായ രീതിയിൽ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് പ്രകടിതമായിട്ട് തന്നെ തരണം എന്ന് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. 9 ഓഫ് സോഴ്സ് ആണ്. വേദനാജനകമായിട്ടുള്ള ഭയങ്കര പെയിൻഫുൾ ആയ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് ഇവര്. സ്വയം ഉരുകി ഉരുകി തീരുന്ന ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു തെറ്റിന്റെ ഭാഗമായിട്ട് നിങ്ങളും കൂടി വേദനിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ സ്വയം വേദനിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ, നിങ്ങളുടെ ഫാമിലി, നിങ്ങളിപ്പോ ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിലും ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് എടുക്കുക. അല്ല നിങ്ങൾ ഫാമിലിയോ എന്ത് ബന്ധമാണോ ആ ഒരു രീതിയിലേക്ക് എടുക്കുക. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വീണ്ടും ഒരു കമ്മിറ്റ്മെന്റ് തന്നിട്ട് അതിനൊരു ഫൗണ്ടേഷൻ വേണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ രീതിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ. ഇനി ഒരിക്കലും മറ്റൊരാൾക്ക് പുറത്തുനിന്നുള്ള വ്യക്തികൾക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പോലും ഒരു വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാതെ നോക്കണം എന്നാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത്. ആ ഒരു ചിന്ത ഇവരുടെ ഇൻഡ്യൂഷനിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സത്യസന്ധമായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇടപെടണമെന്നും സത്യസന്ധമായിട്ട് തന്നെ ഇതിനകത്തൊരു തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഇതിനകത്തൊരു കാര്യങ്ങൾ ഒരു നീക്കുപോക്ക് കൊണ്ടുവരണം. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പോഴേക്കും ഇവർ പോലും ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എപ്പോഴാണോ ഇതിനൊരു മാറ്റം വരേണ്ടത് ആ ഒരു സമയം എപ്പോഴാണെങ്കിലും അതിനെ സ്വീകരിക്കാനായിട്ട് ഇവർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. ഇവർ തന്നെ കുറെ മാറാനുണ്ടെന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം. ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ ഒരു ഗോയിങ് വിത്ത് എ ഫ്ലോ എന്നുള്ള രീതിക്ക് ഇവർ പോവുകയാണ്. കറക്റ്റ് ആയിട്ട് ഒരു ടൈം ഇവരുടെ ലൈഫിൽ ആ ഒരു ടൈമിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങ് നടക്കണം. അതിന് വേണ്ടിയിട്ട് സ്വയം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തോട്ട്സ് ആണ് ഇപ്പോൾ ഈ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈഫിന് ഒരു സ്ട്രക്ചർ കൊണ്ടുവരണം എന്ന് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വേണം. ഭയങ്കരമായിട്ട് ഒരു നൊസ്റ്റാൾജിയ എനർജിയിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പൂർവിക കാലം അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിൽ ഇവർ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. അവർക്ക് ഈ ഒരു ബന്ധത്തിൽ അബണ്ടൻസിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. എല്ലാ രീതിക്കും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സന്തോഷവും എല്ലാം കൊണ്ടുവരണം. അവർക്കിപ്പോൾ ഭയങ്കര ഒരു ലോസ് ഫീൽ ചെയ്യുന്നുണ്ട്. അവരായിട്ട് തന്നെയാണല്ലോ നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയത് എന്നൊരു ചിന്തയൊക്കെ അവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അത് അവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ആക്ഷൻ എടുത്ത് ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഇതിലൊരു സക്സസ് കൊണ്ടുവരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങളെ ആദ്യമേ തന്നെ ഇവർ കോൺടാക്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്.
അതിനൊരു വിജയം വേണമെന്നും ആഗ്രഹിക്കുകയാണ്. ഒരുപാട് തടസ്സങ്ങൾ ഇവരുടെ മുന്നിലുള്ളതായിട്ട് കാണുന്നുണ്ട്. 5 ഓഫ് wands ആണ് നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക എന്നുള്ള കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം കുറേയധികം തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ഫാമിലി ആയിരിക്കാം, മറ്റു പല കാര്യങ്ങളായിരിക്കാം. ഇവർക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഒക്കെ ഉള്ള വ്യക്തികളാണ്. പക്ഷെ എന്ത് എനർജി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ നിങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്നത്. മുന്നിലുള്ള തടസ്സങ്ങൾ എന്ത് വേണമെങ്കിലും വന്നോട്ടെ, ഇനി എന്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിലും അതിനെ നേരിടാനായിട്ട് തയ്യാറാണ്. കാരണം നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. വിജയം തന്നെ ആവണം ഇതിന്റെ ഒരു ഡെസ്റ്റിനി, അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യത്തിന്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിലെ വിജയവും നിങ്ങളെ നേടുക എന്നുള്ള തീരുമാനവും. അതിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉറച്ച ഡിസിഷൻ എടുത്ത് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഇമോഷൻസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ ഒരു അവസ്ഥയിലും അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അവരുടെ മനസ്സ് വല്ലാണ്ട് പിടയുന്നു, അല്ലെങ്കിൽ അവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ഈ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കാണുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ. അപ്പൊ നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണോ ഇതിൽ കിട്ടിയിരിക്കുന്നത്, നിങ്ങളുടെ എനർജി ആയിട്ട് ഇത് കണക്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന സിറ്റുവേഷൻസും എനർജീസും എല്ലാം തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ക്ലൂസ് നമുക്കൊന്ന് കൺഫർമേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, 1988 നമുക്കിവിടെ വന്നിട്ടുണ്ട്. സ്കോർപിയസ് എന്നൊരു സോഡിയാക് സൈൻ കിട്ടിയിട്ടുണ്ട്. ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 27 വന്നിട്ടുണ്ട്. അവിട്ടം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റ്, ആയില്യം എന്നൊരു സ്റ്റാർ, പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 38, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. തിരുവോണം വന്നിട്ടുണ്ട്. 28, ആർ എന്നൊരു ലെറ്റർ. 1972 വന്നിട്ടുണ്ട്. 40 എന്നൊരു നമ്പർ. വിർഗോ വന്നിട്ടുണ്ട്. അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. മൂലം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. 1986 വന്നിട്ടുണ്ട്. 44 എന്നൊരു നമ്പർ. ലിയോ സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. 3 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. കോട്ടയം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. 35 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. തിരുവാതിര എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് കാലിക്കറ്റ് എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂസ്. അപ്പൊ ഈ ഒരു ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് മാച്ച് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ്. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.